അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജിം ലെവലിംഗ്. പറയാൻ പോകുന്നത് ഹൗ ഐ സ്റ്റാർട്ടഡ് മൈ ജിം ലൈഫ്. ഞാൻ എങ്ങനെയാണ് ജിമ്മിൽ തുടങ്ങിയത്. എൻ്റെ 10ാം ക്ലാസ് പഠനകാലം. ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല, ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ പറയാം. പണ്ട് തൊട്ടേ ഞാൻ ഇച്ചിരി ചബ്ബിയായിരുന്നു. ചബ്ബി മീൻസ് നല്ല വണ്ണമായിരുന്നു. ഒരു ടൈം ഒരു 4ാം ക്ലാസ് വരെ എനിക്ക് വണ്ണം കുറവായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നന്നായിട്ട് വണ്ണം വെച്ചു. പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഞാനൊരു ഇമ്മച്വർ ബേബിയാണ്. ഇമ്മച്വർ ബേബി മീൻസ് ഒരു 7 to 8 months ജനിച്ച ഒരു വ്യക്തിയാണ്. കണ്ടാൽ പറയത്തില്ലെങ്കിലും അതിൻ്റെതായ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇമ്മ്യൂണിറ്റി തീരെ കുറവാണ്. സോ എപ്പോഴും അസുഖങ്ങൾ വരും. കുറേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബോൺ ഡെൻസിറ്റി കുറവായിരുന്നു എന്ന് പറയുന്നില്ല, കുറവാണ്. കൈയും കാലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒടിയും. ഒരു വലിയ തോതിൽ ഒടിഞ്ഞൊരു സമയമാണ് എൻ്റെ 10ാം ക്ലാസ് പഠനകാലം. അപ്പോൾ 10ാം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് 9ാം ക്ലാസ് കഴിഞ്ഞ് അവധി നിൽക്കുന്ന സമയത്താണ് മെയ് 16-നാണ് എൻ്റെ കൈ ഒടിയുന്നത്. കൈ ഒടിയെന്ന് വെച്ചാൽ സൈക്കിളിൽ നിന്ന് വീണതാണ്. 2 കഷ്ണമായിട്ട് കൈ ഒടിഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് സർജറിയും പിന്നെ 4 കമ്പിയൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ. പിന്നെ ആ സർജറി കഴിഞ്ഞു, കൈയൊക്കെ റെഡിയായി വരുന്നു. ഒരു 5 മാസം ഇങ്ങനെ ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആണ് റിക്കവറായി തിരിച്ച് വരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരു 10th സ്റ്റാൻഡേർഡ് എനിക്ക് 86 കിലോ ഉണ്ടായിരുന്നു. അപ്പോഴേ നല്ല വണ്ണമായിരുന്നു. കൈ ഒടിഞ്ഞു കഴിഞ്ഞ് കുറച്ചുകൂടെ വണ്ണം കൂടിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ട്സോ നമ്മൾ ആ ടൈമിലൊക്കെ നമ്മൾ ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരുന്നതാണ്. 10ാം ക്ലാസ്സിന് മുന്നേ, കൈ ഒടിയുന്നതിന് മുന്നേ ഫുട്ബോളും ഷട്ടിലും വോളിബോളും എല്ലാം കളിച്ചുകൊണ്ടിരുന്നതാണ്. കൈ ഒടിഞ്ഞു കഴിഞ്ഞ് ഇതൊക്കെ പയ്യെ നിന്നു. പിന്നെ റിക്കവറൊക്കെ ആയിക്കഴിഞ്ഞ് പയ്യെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ +1 തുടങ്ങുന്നതിന് മുന്നേ വണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോൾ 86 കിലോ ഞാനൊരു 76-77 kg ഞാൻ വന്നു. ആ ടൈമിൽ ഞാൻ ജസ്റ്റ് ബേസിക് റണ്ണിങ്, അങ്ങനെ സ്കിപ്പിങ്, അങ്ങനത്തെ ഐറ്റം. സ്കിപ്പിംഗ് ഒന്നും കറക്റ്റായിട്ട് അറിയില്ല, എന്നാലും ചെറുതായിട്ട് സ്കിപ്പിംഗ് അതൊക്കെ ആയിരുന്നു പരിപാടി. പിന്നെ കുറച്ച് നാൾ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. +1 +2 ഒക്കെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് പിന്നെയും വണ്ണം വെച്ചു. ഒരു 77 kgs to 90 kgs ഞാൻ വന്നു. അതിൽ നിന്ന് ആ ഒരു +2 കഴിഞ്ഞ സമയത്താണ് ഡിസിഷൻ എടുക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഒരു സുഹൃത്തും, ഞാനും ജിമ്മിച്ചിനും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലുള്ള ഏറ്റവും നല്ല ഒരു ജിമ്മിലോട്ട് പോയി. അവിടുത്തെ മെയിനായിട്ടൊരു ജിമ്മുണ്ട്, കുളുങ്ങുന്നിലുള്ള ബോഡി സ്റ്റൈൽ ജിം. അവിടോട്ടാണ് ഞാൻ പോയത്. അവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് വണ്ണമൊക്കെ കുറച്ചു. 90 kgs to 86 kg വന്നു. അത് കഴിഞ്ഞ് ഞാൻ നേഴ്സിംഗ് പഠനത്തിനായി മൈസൂരിലോട്ട് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെയും ഹോസ്റ്റൽ ജീവിതമായിരുന്നു. ഹോസ്റ്റലിനടുത്ത് അങ്ങനെ നല്ല ജിമ്മൊന്നും ഇല്ലായിരുന്നു. ബട്ട് അവിടെ പോയി, ബട്ട് നമുക്ക് ആ ഒരു സാഹചര്യം ഒത്തുവരാത്തതിന് ഫുഡും കാര്യങ്ങളൊക്കെ പ്രശ്നമായിരുന്നുകൊണ്ട് അത് നിന്നു. പിന്നെ പിന്നെയും അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഇതിനിടയ്ക്ക് അസുഖങ്ങൾ വരും. ആ ഒരു ടൈമിൽ എനിക്ക് വലിയൊരു പനി വന്നു. അങ്ങനെ 86 കിലോ ഉണ്ടായിരുന്ന ഞാൻ 76 കിലോയിലോട്ട് വന്നു. അവിടെ നിന്ന് ഞാൻ പിന്നെയും ബൾക്ക് ചെയ്ത് ഒരു 84 കിലോയിലോട്ട് വന്നു. പിന്നെയാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുന്നതും ഇവിടെ വരുന്നതും. ഇവിടെ വന്ന് പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യുവർ ജിമ്മിലാണ്. പിന്നെ അവിടെ കുറേ നാളിങ്ങനെ പോയി, ഇടയ്ക്ക് ഇങ്ങനെ ആക്സിഡൻസ് വരും. അങ്ങനെ എൻ്റെ കൈ ഇവിടെ വന്നിട്ടൊന്നും ഒടിഞ്ഞു. അത് കഴിഞ്ഞ് ഈ ഇടയ്ക്കാണ് കാലൊന്നും ഒടിഞ്ഞത്. അപ്പോൾ അതാണ് സാഹചര്യങ്ങൾ. എനിക്ക് ഇതിന് മുമ്പ് ഒരു സർജറി ഉണ്ടായിരുന്നു. കാലിനൊരു സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ്, നടക്കാൻ പാടില്ലാത്തൊരു അസുഖമാണ്. ഞങ്ങളിങ്ങനെ നടക്കുമായിരുന്നു ഡെയിലി ഒരുപാട്. അങ്ങനെ കാലൊരു സിസ്റ്റ് വന്നു, അതിൻ്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ആയി. അങ്ങനെ സർജറി ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണു പോവുകയും എണീക്കുകയും അത് തന്നെയായിരുന്നു നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും നിർത്തില്ല. ഒരുപാട് നാളിങ്ങനെ വെറുതെ നിന്ന് കഴിയുമ്പോൾ ഭയങ്കര കുറ്റബോധം തോന്നും, ജിമ്മിൽ പോയില്ലാലോ. ഇപ്പൊ കൂടി എനിക്കൊരു പനിയുടെ ആരംഭമുണ്ട്. ഇറ്റ്സ് ലൈക്ക് വി ഷുഡൻറ്റ് സ്റ്റോപ്പ് വാട്ട് വി ഹാവ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മൾ തുടങ്ങി വെച്ചത് നമ്മൾ ഒരിക്കലും നിർത്താൻ പാടില്ല. നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ അതാണ് ഇതുവരെയുള്ള എൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറി. ഇനിയും മുമ്പോട്ട് നിങ്ങൾ നമ്മുടെ കൂടെ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി അടുത്ത വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ ഗൈസ്.